നമസ്കാരം ഫ്രണ്ട്സ്, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കേരളത്തിൽ ഇപ്പം നല്ല ചൂടാണ്. അതിനേക്കാട്ടിലും കൂടുതലായിട്ട് നല്ല ചൂടുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ചൂടുള്ള വാർത്തകളാണ് മാനസികമായിട്ട് വളരെയധികം സങ്കടപ്പെടുത്തുന്നത്. പല സാധാരണക്കാരെ ഒത്തിരി എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കാൻ കാരണമാക്കുന്ന ഈ ചൂടുള്ള വാർത്തകളാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ആരുമില്ല. ചെറിയ കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമുള്ളവർ വരെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട്. ഈ വാർത്തകൾ എല്ലാവരും കാണാറുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ. പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. പണ്ട് വെയിലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഇന്ന് പ്രത്യേക ടൈമിങ്ങുകളാണ് ജോലി ചെയ്യാനുള്ളത്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്കിങ്ങനെ ബ്രേക്കിംഗ് ന്യൂസുകളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സെലിൻ ഡഗ്ലസ്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് നോർത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നോർത്തിൽ വന്നു. എൻ്റെ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊരു സ്കൂളിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഡെസിഗ്നേഷൻ കോർഡിനേറ്ററാണ്. പക്ഷേ എനിക്ക് താല്പര്യം ഞാനൊരു ടീച്ചർ എന്ന് പറയാനാണ്. പല ന്യൂസ് ചാനലുകളും പല വാർത്തകളും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഇതിൻ്റെയൊക്കെ പിന്നിൽ എവിടെയോ ഒരു ഒന്നല്ല, ഒരു 25% എഡ്യൂക്കേഷൻ സിസ്റ്റമിൻ്റെയും കുറവുകളാണ്. കാരണം ഒരു ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഒരു സമൂഹത്തെ, ഒരു കുട്ടിയെ മാത്രം, ഒരു സമൂഹത്തെ കൂടെ നേരായ വഴിക്ക് നടത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു സൂയിസൈഡാണ്. ഷൈനി എന്ന് പറയുന്ന സിസ്റ്ററും 2 പെൺകുട്ടികളുടെ. എനിക്ക് ഒത്തിരി വിഷമമുണ്ടായ ലോക്കോ പൈലറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ. ദൈവമേ, ആ കുട്ടികളെയും കൊണ്ട് അവർ ആ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രാക്കിലിരുന്ന ആ ഒരു അവസ്ഥ എന്തായിരിക്കും അന്നേരം അവരുടെ മനസ്സിൽ കൂടി ഓടിപ്പോയത്. ഒരു മകനെ അവർ വിട്ടിട്ടാണ് ഈ 2 കുട്ടികളെയും കൊണ്ട് പോകുന്നത്. അവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിച്ചു കാണും ആ സമയങ്ങളിൽ, അല്ലേ? അവരുടെ ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചു കൊടുത്ത് ഇത്രയും നാൾ അവർ ജീവിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ആത്മഹത്യയായിരുന്നോ? അതെടുക്കാൻ അവരുടെ സ്വന്തം വീട്ടുകാർ പോലും അവരെ സഹായിച്ചില്ലേ? ഞാൻ വളരെയധികം, എനിക്കതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ എൻ്റെ മനസ്സിൽ കിട്ടും. എൻ്റെ മാത്രമല്ല, ഈ വീഡിയോ കാണുന്ന പലരുടെയും മനസ്സിൽ കാണും ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇതിനു മുമ്പേയും പല സൂയിസൈഡ് കേസുകൾ കണ്ടതിനകത്തെല്ലാം പെൺകുട്ടികൾ, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ്. എന്തിനാണ് അവരിങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? സൂയിസൈഡ് ഒരു ലാസ്റ്റ് ഓപ്ഷനാണോ, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ പക്ഷേ ആ ഒരു ചിന്തിക്കുന്നിടത്ത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പലരും സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, വേണ്ട, ഞാൻ ചെയ്യത്തില്ല, ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കണം. പക്ഷേ ആ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്ത് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സമൂഹം കൂടെ നമ്മുടെ പിന്നിലുണ്ട്. അവരാണ് ഈ വ്യക്തികളെ സൂയിസൈഡ് എന്നുള്ള പോയിന്റിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത്, അല്ലേ? എൻ്റെ അഭിപ്രായത്തിലാണ്, 100% ആണ്. ഒരു പെൺകുട്ടിയെ, വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വിട്ടതിന് ശേഷം, അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിയല്ലേ ഷൈനി, അവൾക്ക് മുന്നോട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ എന്തുകൊണ്ട് ആ കുട്ടിയെ അവരുടെ സ്വന്തം വീട്ടുകാർ പ്രൊട്ടക്റ്റ് ചെയ്തില്ല? എന്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തില്ല? അവരെ എന്തിന് ആത്മഹത്യക്ക് വിട്ടുകൊടുത്തു? എൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യനാണ്. ഒരു പക്ഷേ അതെൻ്റെ മാത്രമായിരിക്കും, എനിക്കത് പറയുന്നതിൽ മടിയൊന്നുമില്ല. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ അവരെ പേഴ്സണലായിട്ട് അറിയുന്നവർക്ക് അറിയായിരിക്കും വേറെ പല ഓപ്ഷനുകളും ഉണ്ടായിരുന്നു എന്ന്. BSc നഴ്സിംഗ് ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ചെന്നിട്ട് ആ കാരിത്താസ് ഹോസ്പിറ്റലിലെ ആൾക്കാർ അവർക്ക് ജോലി കൊടുത്തില്ല. അവരുടെ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ദിവസങ്ങളോട് കേസ് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പല കേസുകളും നമ്മൾ ന്യൂസ് പേപ്പറിനകത്തൊക്കെ കാണുന്നതിൽ പെൺകുട്ടികളെല്ലാം വിദ്യാഭ്യാസമുള്ള വീട്ടുകാർ പറഞ്ഞ് അവിടെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു, ഭർത്താവ് ഉപദ്രവിക്കുമായിരുന്നു, ഭർത്താവിൻ്റെ അമ്മ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ എന്തിനു നിങ്ങൾ ആ പെൺകുട്ടിയെ ആ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു? എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. എന്തിനാ വീട്ടിൽ അനുവദിച്ചു? കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി വാങ്ങിക്കാൻ മാതാപിതാക്കളും സഹോദരങ്ങളും തയ്യാറാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയ ഒരു വലിയ ടാഗ്, എൻ്റെ മകൾക്ക് നീതി വേണം. എന്ത് നീതി വേണം? നിങ്ങൾ കൊടുക്കാത്ത നീതിയാണോ ഈ ലോകം നിങ്ങൾക്ക് തരാൻ പോകുന്നത്, ഈ സമൂഹം നിങ്ങൾക്ക് തരാൻ പോകുന്നത്? നിങ്ങളുടെ മകൾ അനുഭവിക്കുന്ന വേദന നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും ആ വീട്ടിൽ, നമ്മൾ വിസ്മയുടെ കേസ് എടുത്ത് നോക്കുമ്പോഴും അത് തന്നെയാണ്. അപ്പനും അമ്മയും ആ വീട്ടിൽ തന്നെ ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിച്ചു. അങ്ങനെ പല പെൺകുട്ടികളും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ വീട്ടിൽ വന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പറയായിരിക്കും,
നിനക്ക് 2 മക്കളില്ലേ, അവരെ നോക്കണ്ടേ? അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്നാൽ നാട്ടുകാരെന്ത് പറയും? ഈ നാട്ടുകാർ പറയുന്നതാണോ വലിയ കാര്യം? ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡെഡ് ബോഡി വാങ്ങിക്കാനും നീതിക്ക് വേണ്ടിയും മെഴുകുതിരി എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ ഒരുങ്ങുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളും ഈ ഒരു എന്താ പറയുന്നത്, ആ ഒരു നാണക്കേടെന്നുള്ള ആ ഒരു വാക്ക് മാറ്റി വെച്ചിട്ട് എൻ്റെ മകളാണ് എനിക്ക് വലുതെന്ന് കണ്ടാൽ ഒരു പക്ഷേ പകുതി വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളുടെ ആത്മഹത്യ സ്റ്റോപ്പ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.